ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് സീപോർട്ട് ട്രിവാൻഡ്രമാണ്. നമ്മുടെ പോർട്ടിൻ്റെ സെക്കൻഡ് ഫേസിൻ്റെ വർക്കിൻ്റെ ഒഫീഷ്യൽ ഇനാഗുറേഷൻ കഴിഞ്ഞ വിവരം എല്ലാവരും അറിഞ്ഞു കാണും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് എനിക്ക് പങ്കെടുക്കാനായി സാധിച്ചിരുന്നില്ല. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പോർട്ടിലെ മെയിൻ ഗേറ്റിൻ്റെ ഏറ്റവും മുന്നിലായുള്ള മെയിൻ റോഡാണ്. നമുക്കെല്ലാവർക്കും വളരെ പരിചയവും തന്നെയാണ്. വിഴിഞ്ഞത്തിൽ നിന്നും പൂവാറിലേക്ക് പോകുന്ന ക്രോസ് ചെയ്യുന്ന മെയിൻ റോഡാണ് നമ്മളീ കാണുന്നത്. അതുമാത്രമല്ല, നമുക്ക് പുറകിലായി കാണുന്ന ഈ പോർഷനാണ് നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ പോർട്ടിൽ നിന്നും NH66 വരെ ലിങ്ക് ചെയ്യുന്ന 1700 മീറ്റർ നീളമുള്ള ലിങ്ക് റോഡിൻ്റെ പ്രധാന വർക്കുകൾ നടക്കുന്ന അല്ലെങ്കിൽ അവസാനഘട്ട വർക്കുകൾ നടക്കുന്ന പോർഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. നമുക്ക് പോകാം ഡീറ്റെയിൽ വർക്ക് അപ്ഡേഷനിലേക്ക്. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പോർട്ട് മുതൽ NH66 വരെ ലിങ്ക് ചെയ്യുന്ന നമ്മുടെ മുന്നിൽ കാണുന്ന 1700 മീറ്റർ ലിങ്ക് റോഡിൻ്റെ ഡീറ്റെയിൽ വർക്ക് അപ്ഡേഷനാണ്. ഓരോ വർക്കും സ്പെസിഫിക് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ റോഡിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലാവും. നമ്മുടെ ഓരോ വീഡിയോയും അങ്ങനെ തന്നെയാണ്, ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് അപ്ഡേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ പോർട്ടിൻ്റെ ഭാഗത്ത് നിന്നും NH പോകുന്ന വഴിക്കുള്ള ലിങ്ക് റോഡിൻ്റെ പ്രധാന ഭാഗങ്ങളിലെ വർക്കുകൾ, ഈ ഭാഗത്തെല്ലാം പൂർണ്ണമായിട്ടും വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന റോഡ് ലൈറ്റുകൾ നമുക്ക് കാണാനായി സാധിക്കും. ഈ ലൈറ്റിൻ്റെ സെൻട്രൽ പോർഷനിൽ ചെമ്മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്കുകൾ, അതായത് അവസാനഘട്ട വർക്കുകൾ, ഈ പറയുന്ന മനോഹരമായ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടിയാവാം ഇങ്ങനെ ചെയ്യുന്നത്. കാരണം നമ്മുടെ പോർട്ടിൻ്റെ മെയിൻ റോഡ് മുതൽ മെയിൻ ഗേറ്റ് വരെ പോകുന്ന ആ പോർഷനിൽ മനോഹരമായ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതിനു വേണ്ടിയായിരിക്കും ഇതും ഇപ്പോൾ ചെമ്മണ്ണ് ഫില്ല് ചെയ്ത് വളരെ മനോഹരമായി കൊണ്ടിരിക്കുന്ന വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാ വർക്കുകളും അവസാനഘട്ട വർക്കുകൾ തന്നെയാണെന്ന് ഇതിൽ നിന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാനും സാധിക്കും. റോഡിൻ്റെ ഇരുവശങ്ങളുമായിട്ട് ഹെവി എക്യുപ്മെൻറ്റ്സുമായിട്ട് വാഹനങ്ങൾ നിർത്തിയിട്ടിരുന്ന് കാണാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ പോർട്ടിൻ്റെ രണ്ടാം ഘട്ട വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ ചാനലിലൂടെ തന്നെ തീർച്ചയായിട്ടും 3-4 അപ്ഡേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ അടുത്തിടെ ഒഫീഷ്യലായിട്ട് ഇനാഗുറേഷൻ കഴിഞ്ഞു. ആ സമയത്ത് ഞാൻ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് എത്താനായി സാധിക്കാത്തത്. കാരണം ഉണ്ടായിരുന്നെങ്കിൽ ഡീറ്റെയിൽ അപ്ഡേഷൻ തന്നേനെ. തീർച്ചയായിട്ടും നമ്മുടെ പോർട്ടിൻ്റെ അപ്ഡേഷനും വരും ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ്. സെക്കൻഡ് ഫേസിൻ്റെ വർക്കുകൾ എത്രത്തോളം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഏതൊക്കെ വർക്കുകൾ എന്തൊക്കെയായി എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഇന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ കാണുന്ന ഈ ചെമ്മണ്ണിൻ്റെ വർക്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചയിൽ 2 ആഴ്ചയിൽ അപ്ഡേഷൻ ഇട്ട്, അതിന് മുന്നേ ഈ വർക്ക് ഇല്ലായിരുന്നു. അതിന് ശേഷമാണ് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും ഇത് അവസാനഘട്ട വർക്കുകൾ തന്നെയാണ്. വളരെ കുറച്ച് വർക്കുകൾ മാത്രമാണ് NH ലിങ്ക് ചെയ്യുന്ന പോർഷനിലുള്ളത്. തീർച്ചയായിട്ടും അവിടെ പോയാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ ഓരോ വർക്കും, അതായത് ഇവിടെ നടക്കുന്ന നമ്മുടെ പോർട്ട് മുതൽ NH66 വരെ നടക്കുന്ന ഓരോ ചെറിയ വർക്കുകളും എത്ര ശതമാനം ആയിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയാണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അപ്ഡേഷൻ. അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിൽ നിന്നൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനേ സാധിക്കുള്ളൂ. പക്ഷേ ഓരോ വർക്കും എടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന ഹെവി സ്റ്റോണുമായിട്ട് വരുന്ന ലോറികൾ നമുക്ക് സ്ഥിരമായിട്ട്, അതായത് ഡേ നൈറ്റ് ഇവിടെ കൂടി പോകുന്നുണ്ട്. നമുക്ക് ഈ പറയുന്ന ഡംപിങ് യാർഡിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നും സ്പ്ലിറ്റ് ചെയ്ത് നമ്മുടെ പോർട്ടിൻ്റെ ബ്രേക്ക് വാട്ടർ, ബർത്ത്, യാർഡ് സെക്ഷൻ, ഈ 3 പോർഷനിലേക്ക് പോകും. ഇപ്പോൾ നമ്മളീ കാണുന്ന പോർട്ടിൽ നിന്ന് വരുമ്പോൾ ഫസ്റ്റ് ബ്രിഡ്ജാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. ബ്രിഡ്ജിൻ്റെ സൈഡിലെ അമ്പലവും നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമായി ഈ വർക്ക് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ അപ്ഡേഷൻ എടുത്ത സമയത്തും നമ്മൾ ഈ അമ്പലമെല്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് വളരെ വ്യക്തമാണ് ഈ പാലമെല്ലാം. ഈ പാലം തീരുന്ന ഈ പോർഷനിൽ 1200 മീറ്റർ എന്നാണ് നമ്മൾ അന്ന് മെഷർമെൻറ്റിലൂടെ നമുക്ക് അറിയാനായി സാധിക്കുന്നത്. അതായത് ഫസ്റ്റ് ബ്രിഡ്ജ് കഴിഞ്ഞിരിക്കുന്നു. ഇനി സെക്കൻഡ് ബ്രിഡ്ജിലേക്ക് പോകുന്ന വഴിയാണ്. ഈ ഭാഗമെല്ലാം നമുക്ക് നേരത്തെ നമ്മുടെ വീഡിയോ കണ്ടവർക്കറിയാം, ഇത് വയലായിരുന്ന പ്ലേസാണ്, ചെളിയും കണ്ടവും നിറഞ്ഞ പ്ലേസാണ്. ഇത് ക്ലീൻ ആക്കി, അല്ലെങ്കിൽ ഈ ചെളി പൂർണ്ണമായിട്ടും കോരി മാറ്റിയതിന് ശേഷമാണ് ഈ വർക്കെല്ലാം ഇവിടെ കഴിഞ്ഞുള്ളത്. ഏകദേശം 4-5 മീറ്റർ ചെളി ഉണ്ടായിരുന്നു. ആ വീഡിയോ എല്ലാം പ്രീവിയസ് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഘട്ടം വർക്ക് നടന്ന സമയത്ത് നമ്മൾ അവിടെ ചെന്ന് അപ്ലോഡ് എടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള വളരെ ഹൈറ്റുള്ള പ്ലേസ്, പൂർണ്ണമായിട്ടും മണ്ണിട്ട് നികത്തിയെടുത്ത പ്ലേസാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പാനലിൻ്റെ സഹായത്തോടെ ലെയർ ബൈ ലെയർ ആയിട്ട് പിന്നെ ജിയോ ക്ലോത്തിട്ടും ജിയോ ക്ലിപ്പിട്ടും നികത്തിയെടുത്ത പോർഷനാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. സൈനിങ് ബോർഡുകളും കഴിഞ്ഞു, ലൈനിങ് കഴിഞ്ഞു. ഇവിടുത്തെ വർക്കെല്ലാം 100% കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് തന്നെ നേരത്തെ തന്നെ, ഇപ്പോഴല്ല, മാസങ്ങൾക്ക് മുന്നേ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ്. അവസാനഘട്ട വർക്കുകളാണ് ഇനി ഇവിടെ നടക്കുന്നത്. നമ്മൾ വരുമ്പോൾ പോർട്ടിൽ നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ പോർട്ടിൽ നിന്ന് വരുമ്പോൾ രണ്ടാമത്തെ ബ്രിഡ്ജാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ബ്രിഡ്ജിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് മുന്നേ കണ്ട സ്റ്റാർട്ടിങ് വരെ
ഏകദേശം 1500 മീറ്ററാണുള്ളത്. ഇതാണ് ഈ രണ്ടാമത്തെ ബ്രിഡ്ജിൻ്റെ എൻഡ് പോർഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് രണ്ടാമത്തെ ബ്രിഡ്ജിൻ്റെ എൻഡ് പോർഷൻ എന്ന് പറയുന്ന സ്ഥലത്ത്. വളരെ ദൂരെയായിട്ട് നമുക്ക് NH66 കാണാനായി സാധിക്കും. നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ 2 ബ്രിഡ്ജ് നമ്മൾ പാസ്സായിരിക്കുന്നു. ഈ ബ്രിഡ്ജ് ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു ഏകദേശം 1550 മീറ്ററോളം ലെന്ത് ഉണ്ട്. ഇനിയാണ് നമുക്ക് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. പക്ഷേ ഈ പോർഷനിലെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടാറിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായി സാധിക്കും. ടാറിട്ട സമയത്ത് തന്നെ നമ്മൾ വീഡിയോ 2-3 അപ്ഡേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത 1-1.5 ആഴ്ചയായിട്ടുള്ള അപ്ഡേഷൻ എടുക്കാഞ്ഞിട്ട് അതിന് മുന്നേ നമ്മൾ തീർച്ചയായിട്ടും ഡീറ്റെയിൽ അപ്ഡേഷൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു. ആ ഡ്രെയിനേജിൻ്റെ വർക്കിൻ്റെ അപ്ഡേഷൻ ഉൾപ്പെടെയാണ്, അതായത് റോഡുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ വർക്കിൻ്റെ അപ്ഡേഷനാണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. റോഡ് മാത്രമല്ല, ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് പോകുന്നതല്ല എന്ന് നമ്മളെ വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയാം. ഇത് ഡ്രെയിനേജിൻ്റെ വർക്കുകളാണ് നടക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നേ അല്ലെങ്കിൽ 1-1.5 ആഴ്ചയ്ക്ക് മുന്നേ നമ്മുടെ എക്സ്കവേറ്റർ ഇട്ട് ഡ്രെയിനേജിൻ്റെ ഈ ലെവലിംഗ് നടക്കുന്നുണ്ടായിരുന്നു. ആ വർക്കുകൾ, അത് മാത്രമല്ല കോൺക്രീറ്റിൻ്റെ വർക്കുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ അപ്ഡേഷനിൽ. നമുക്ക് നോക്കാം കോൺക്രീറ്റ് എത്രത്തോളം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. കാരണം ഇപ്പോൾ നമുക്ക് ലെവലിങ്ങിൻ്റെ ഭാഗമായിട്ട് പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന് ചെമ്മണ്ണ് കോരി മാറ്റുകയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ. ഈ പോർഷനിലെല്ലാം ചെമ്മണ്ണ് പൂർണ്ണമായിട്ടും കോരി മാറ്റുന്നുണ്ട്. അതിനർത്ഥം നമുക്കിവിടെ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഈ ചെമ്മണ്ണ് എനിക്ക് തോന്നുന്നു പോകുന്നത് നമുക്ക് ആ ലിങ്ക് റോഡിൻ്റെ NH കണക്ട് ചെയ്യുന്ന പോർഷനിലായിരിക്കും പോകുന്നത്. അവിടെ മണ്ണിട്ട് ഫില്ല് ചെയ്യാനുണ്ടായിരിക്കും, അതിനു വേണ്ടിയായിരിക്കും പോകുന്നത്. ആ പോർഷനിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കാനായി സാധിക്കും. ഈ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ ഫസ്റ്റ് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ഈ പറയുന്ന വയലായിരുന്ന പ്ലേസ് ആയതിനാൽ ചെറിയൊരു മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെറിയൊരു വെള്ളക്കെട്ടുണ്ട്. അപ്പോൾ മഴ വന്നാൽ കൂടുതൽ വെള്ളം കെട്ടാൻ ചാൻസ് വളരെ കൂടുതലായതുകൊണ്ടാണ് ഡ്രെയിനേജിൻ്റെ വർക്കുകൾ നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്ന. റോഡിൻ്റെ വീതി നമുക്ക് ഇവിടെ നിന്നാൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാനായി ഒരു ജംഗ്ഷൻ പോലത്തെ പോർഷനാണ് നമ്മുടെ മുന്നിലൂടെ കാണാൻ സാധിക്കുന്നത്. ഈ ഭാഗത്തും തിരുവനന്തപുരം ഭാഗത്തേക്ക് കണ്ടെയ്നർ പോകുന്നതും ഈ പറയുന്ന തമിഴ്നാട് ഭാഗത്ത് നിന്ന് കണ്ടെയ്നർ വന്നിറങ്ങുന്ന 2 റോഡുകൾ, അതായത് ലെഫ്റ്റും റൈറ്റും 2 റോഡുകൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഏറ്റവും മുന്നിലായിട്ട് നമുക്ക് അണ്ടർപാസ് കാണാൻ സാധിക്കും. അണ്ടർപാസിൻ്റെ മുകളിലൂടെ NH66 വളരെ ഫാസ്റ്റായിട്ട് കടന്നു പോകുന്നതും നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. വലിയൊരു ജംഗ്ഷൻ പോലത്തെ പോയിന്റ് തന്നെയാണ്. ഇതൊരു താൽക്കാലിക റോഡാണ്. തീർച്ചയായിട്ടും ഈ പറയുന്ന അണ്ടർപാസ് എല്ലാം പൂർണ്ണമായിട്ട് മാറ്റിക്കഴിഞ്ഞ് ക്ലോവർ ലൈഫ് രീതിയിലൂടെയായിരിക്കും പെർമനൻ്റ് ആയിട്ട് റോഡ് വരിക എന്നാണ് അറിയാനായി സാധിക്കുന്നത്. നമ്മുടെ പോർട്ടിൻ്റെ വർക്ക് ഏകദേശം 2028 കംപ്ലീറ്റ് ആവും സെക്കൻഡ് ഫേസിൽ. അപ്പോഴത്തേക്കും ഈ വർക്കും കംപ്ലീറ്റ് ആവും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ഒരു ബൈ റോഡ് നമുക്ക് എപ്പോഴും കാണാനേ സാധിക്കും. പണ്ട് മുതൽ ഈ ബൈ റോഡ് വഴിയാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല ഈ ലിങ്ക് റോഡിന് ആവശ്യമായിട്ടുള്ള എല്ലാ വർക്കിംഗ് സാധനങ്ങളും ഈ ബൈ റോഡ് വഴിയാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ബൈ റോഡ് കാണുമ്പോൾ വളരെ ചെറിയ റോഡായിട്ട് തോന്നുന്നു. കാരണം സൈഡിലൂടെ ലിങ്ക് റോഡെല്ലാം വളരെ വലിയ രീതിയിൽ ഈ പറയുന്ന ടാറിങ് ഇട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നടന്നു പോകുന്ന ഈ പോർഷൻ തമിഴ്നാട് ഭാഗത്ത് നിന്ന് വരുന്ന ലോറികൾ അല്ലെങ്കിൽ വാഹനങ്ങൾ നമ്മുടെ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്നതിന് വേണ്ടി NH66 തന്നെ ഒരു എൻട്രൻസ് പോർഷൻ ഉണ്ട്. ആ ഒരു എൻട്രൻസ് വഴി നിലവിൽ ഈ പറയുന്ന ബൈ റോഡിലെത്തി നമ്മൾ ഈ കാണുന്ന പോലെ പോർട്ടിലേക്ക് പോകും. അതുപോലെ തന്നെ പോർട്ടിൽ നിന്നൊരു വാഹനങ്ങൾ നേരെ നമ്മൾ ഈ കാണുന്ന വളരെ ദൂരെയായിട്ട് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോർഷനിലൂടെ ട്രിവാൻഡ്രം ഭാഗത്തേക്കും പോകും. ഈ 2 പോർഷനിലേക്കുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നതിനുള്ള റോഡാണ് ഇപ്പോൾ ഇവിടെ ക്രമീകരണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളീ കാണുന്ന ലോറി കടന്നു വരുന്ന ഭാഷയുണ്ടോ, ഈ പോർഷനിലൂടെയാണ് വാഹനങ്ങൾ കടന്നു വരുന്നത്. അത് തീർച്ചയായിട്ടും ഇതിലൂടെ കടന്നു പോകാനായി സാധിക്കുന്ന രീതിയിൽ തന്നെ പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞു. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനി പോർട്ടിൽ നിന്നും ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ആണ് ഈ പറയുന്ന ഒരു എൻട്രൻസ് കൊടുത്ത് NH പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വർക്ക് എത്രത്തോളമാണെന്ന് അവിടെ ചെന്നാൽ മാത്രമേ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായി സാധിക്കൂ. ആ വർക്ക് നടക്കുന്നതോടൊപ്പം ഡ്രെയിനേജിൻ്റെ വർക്കും നമുക്ക് നോക്കണം സൈഡിലൂടെയുള്ള. ഇതാണ് നമ്മുടെ ഈ അണ്ടർപാസ് എന്ന് പറയുന്നത്. അണ്ടർപാസ് നമുക്കിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. പലപ്പോഴും പറയുന്നുണ്ട് അണ്ടർപാസിൻ്റെ മറുവശം ഇത്രയും മാത്രമേ കാണിക്കുന്നുള്ളൂ, മറുവശം വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അണ്ടർപാസിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇതിൽ തന്നെ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. ഈ അണ്ടർപാസിൻ്റെ വശത്ത് നോക്കിയാൽ നമുക്ക് ആ റോഡ് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. ഇപ്പോൾ നിലവിൽ സെക്യൂരിറ്റി സ്റ്റാഫ് ഉൾപ്പെടെയുണ്ട്. കാരണം വണ്ടികൾ തീർച്ചയായിട്ടും തിരിച്ചുവിടാൻ വേണ്ടിയാണ് ഇവിടെ ഉള്ളത്. നമുക്കിനി അണ്ടർപാസിലോട്ട് പോകാം. ഇതാണ് നമ്മളെ വിശാലമായ അണ്ടർപാസ് എന്ന് പറയുന്നത്. വാഹനങ്ങൾക്ക് തീർച്ചയായിട്ടും കടന്നു പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഈ അണ്ടർപാസിലൂടെ മനസ്സിലാക്കുന്നത്. വളരെ ദൂരെയായിട്ടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ ഈ പറയുന്ന NH കയറുന്നതിനുള്ള വർക്കുകൾ അവിടെ നടക്കുന്നത്. എന്നാലും നമുക്ക് ധാരാളം പ്രേക്ഷകർ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന ധാരാളം ഫ്രണ്ട്സ് നമ്മുടെ ചോദിക്കുന്ന ഒരേ ഒരു അണ്ടർപാസിൻ്റെ അപ്പുറത്ത് ഉള്ള ഒരു ബൈ റോഡ് എന്തായി,
ആ വർക്കുകൾ അവിടെ നടക്കുന്നുണ്ടോ, ബൈ റോഡ് ഉണ്ടോ എന്നൊക്കെ പലരും സംശയം ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ബൈ റോഡ് വളരെ വ്യക്തമായിട്ട് തന്നെ കാണിക്കും. നമ്മൾ പലപ്പോഴും ഈ വർക്ക് നടക്കുന്ന പോർഷനിലാണ് വീഡിയോ എടുത്തിട്ട് പോകല്. പക്ഷെ തീർച്ചയായിട്ടും ഇത് ഉൾപ്പെടെ തന്നെ കാണിക്കാം. നമുക്ക് ഇവിടെ വരുമ്പോൾ, ഈ പോർഷനിൽ വരുമ്പോൾ ഇതാണ് അണ്ടർപാസിൻ്റെ അടുത്ത വശം എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് ഇനി നമുക്ക് കണ്ടെയ്നർ ലോറികൾ തിരിഞ്ഞു പോകേണ്ടത് എന്നാണ് തോന്നുന്നത്. കാരണം കറക്റ്റ് ഒരു പ്ലാൻ വന്നിട്ടില്ല. എങ്ങനെയാണ്, എവിടെ കൂടിയാണ് കണ്ടെയ്നർ ലോറികൾ പോകുന്നത്, വേറെ ഏതെങ്കിലും പോർഷൻ ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും അറിയില്ല. അതുകൊണ്ട് ഇതുവഴിയാണ് കണ്ടെയ്നർ വന്ന് ഇറങ്ങുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറയാത്തത്. ഒന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്, തമിഴ്നാട് ഭാഗത്തു നിന്നുള്ള കണ്ടെയ്നർ ലോറി നമ്മളെ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്നു. പോർട്ടിൽ നിന്നുള്ള ലോറികൾ നിലവിൽ ഈ പറയുന്ന ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുന്നത് നമുക്ക് കണ്ടിരുന്നു. ഇതാണ് നമുക്ക് ഈ പോർട്ടിൽ നിന്ന് വരുന്ന ഈ കല്ല് ഡംപ് ചെയ്തിട്ട് വരുന്ന ലോറിയാണത്. ഈ ലോറി തീർച്ചയായിട്ടും ഇതുവഴി തിരിഞ്ഞു പോകുമോ എന്ന് നമുക്ക് നോക്കാം. ഇതുവഴിയാണ് ലോറികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാലും എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ഈ ഭാഗത്തൂടെ ഈ കണ്ടെയ്നർ ലോറി തിരിഞ്ഞു പോകാനായി സാധിക്കുമോ, അത്രത്തോളം വീതി ഉണ്ടോ എന്നുണ്ട്. നമുക്ക് ഈ ലോറി വളരെ ഈസി ആയിട്ട് തിരിഞ്ഞു പോകുന്നുണ്ട്. അതിനാൽ കണ്ടെയ്നർ ലോറിയും തിരിഞ്ഞു പോകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്നാലും കുറച്ചുകൂടി വലിപ്പമുള്ള, നീളം കൂടിയതുമാണ് കണ്ടെയ്നർ ലോറികൾ. അതിനനുസരിച്ചുള്ള ഈ പറയുന്ന റോഡിൻ്റെ വീതിയായാലും ഈ ഭാഗത്ത് ചെറിയ രീതിയിൽ കൂട്ടും എന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം ഭാഗത്തുള്ള ലോറികൾ കാഞ്ഞിരംകുളം ഭാഗത്ത് പോയി തിരിഞ്ഞ് ഈ പറയുന്ന തമിഴ്നാട് ഭാഗത്തൂടെ, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ തമിഴ്നാട് ലോറികൾ വരുന്ന ഭാഗത്തൂടി തിരിച്ച് പോർട്ടിലേക്ക് പ്രവേശിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്ലാൻ നമുക്ക് ഇതുവരെയായിട്ട് അറിയില്ല. ആ പ്ലാൻ പ്രകാരമായിരിക്കും ഇവിടുത്തെ വർക്കുകളെല്ലാം മുന്നോട്ട് നീങ്ങുക. കാരണം ഗേറ്റ് വേ ഓപ്പൺ ആക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ പ്ലാനിങ് രീതിയിലായിരിക്കും നമ്മുടെ പോർട്ടിലേക്ക് വാഹനങ്ങൾ ഈസി ആയിട്ട് പ്രവേശിക്കാൻ സാധിക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. പ്ലാൻ നമുക്ക് അറിയാനായി സാധിക്കുന്നത്. നമ്മൾ പറയുന്നതാണ് ഈ പറയുന്ന അണ്ടർപാസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനായി സാധിക്കും. അതിലൂടെ കണ്ടെയ്നർ ലോറി പോകുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. തീർച്ചയായിട്ടും ഒരു പ്ലാനിങ് ഉണ്ട്. ആ പ്ലാനിങ് ഗേറ്റ് വേ തുറക്കുന്ന സമയത്തെ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ എവിടെ കൂടിയാണ്, ഏത് വഴിയാണ്. ഇപ്പോൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നത് തമിഴ്നാട് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ പോർട്ടിനകത്ത് പ്രവേശിക്കുന്നതും ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇതുവഴിയാണ് പോർട്ടിൽ നിന്നും NHലേക്ക് പ്രവേശിക്കുന്നത്. ഈ രണ്ട് റോഡും വളരെ വ്യക്തമാണ്. ഇനിയുള്ള രണ്ട് റോഡുകളാണ് സംശയം. അതായത് ട്രിവാൻഡ്രം ഭാഗത്ത് നിന്ന് പോർട്ടിലേക്ക് വരുന്നതും പോർട്ടിൽ നിന്നും തമിഴ്നാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ, ഈ രണ്ട് റോഡും ഏത് വഴിയാണ് വരുന്നത് എന്നാണ് ആ സംശയമുള്ളത്. പ്ലാനിങ് എങ്ങനെയാണെന്ന് അറിയില്ല. അതിനനുസരിച്ച് തീർച്ചയായിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ കണ്ടതുപോലെ NHൻ്റെ സൈഡിലൂടെയുള്ള ഈ പറയുന്ന ഡ്രൈനേജിൻ്റെ വർക്കുകൾ ഇവിടെ പൂർണ്ണമായിട്ട് നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ചെറിയ വർക്കുകൾ, ഈ സൈഡിൻ്റെ വർക്കുകളെല്ലാം ഇവിടെ നടക്കുന്നതിന് ആവശ്യമാണ്. ആ വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്. അതായത് നമ്മൾ റോഡിൽ ഉൾപ്പെടെ എല്ലാ വർക്കുകളുമാണ്, ഓരോ വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. റോഡിൻ്റെ ഹൈറ്റ് പൂർണ്ണമായിട്ടും കൂടിയതായിട്ട് കാണാൻ സാധിക്കുന്നു. ടാറിങ്ങിൻ്റെ വർക്കുകളും നടക്കുന്നുണ്ട്. അതായത് ഇവിടെ നമുക്ക് ഈ കാണിക്കുന്നത് അത് തന്നെയാണെന്ന് തോന്നുന്നു. ഡ്രൈനേജിൻ്റെ വർക്കിൻ്റെ സൈഡ് പോർഷൻ കോൺക്രീറ്റ് ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. നമുക്ക് നോക്കാമുണ്ടോ, ആ വർക്കുകളാണ് നടക്കുന്നത്. കോൺക്രീറ്റ് മിക്സർ മെഷീൻ യൂണിറ്റിൽ നിന്നും കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയാണ് വർക്കിംഗ് സ്റ്റാഫുകൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ വളരെ കുറച്ച് പോർഷൻ മാത്രമേ ഇനി കോൺക്രീറ്റ് ചെയ്യാനുള്ളൂ. ആ ബാക്കിയുള്ള പോർഷൻസ് എല്ലാം കോൺക്രീറ്റ് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഈ സൈഡിൽ കോൺക്രീറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നുണ്ടോ. ഈ പോർഷനിലെല്ലാം കോൺക്രീറ്റ് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് പോർഷൻ മാത്രമേ ഇനി കോൺക്രീറ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. വളരെ ദൂരെയായിട്ട് നമുക്കൊരു ലോറി കാണാൻ സാധിക്കും. നമ്മൾ തൊട്ട് മുന്നേ അവിടെ നിന്നും ഈ പറയുന്ന ചെമ്മണ്ണ് ലോഡ് ഈ പറയുന്ന എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഇതിലേക്ക് ലോറിയിലെ കയറ്റി നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ ലോറിയിലെ മണ്ണ് ഇവിടെയാണ് ഡംപ് ചെയ്യുന്നത്. നമുക്ക് ആ ഹൈറ്റ് ഇത് മീൻസ് നമ്മൾ നേരത്തെ ഉള്ള വളരെ ചെറിയൊരു സ്ലോപ്പ് പോലെ വന്നിട്ടാണ് ഈ പറയുന്ന ലോറി ഈ NHലേക്ക് പ്രവേശിക്കുന്നത്. അതിന് വേണ്ടിയുള്ള സ്റ്റോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്യുന്ന കാഴ്ചകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇനി വളരെ കുറച്ച് മീറ്ററിൽ മാത്രമേ ഉള്ളൂ ഇനി NHലേക്ക് പ്രവേശിക്കുന്നതിനുള്ള എൻട്രൻസ് ജോലികൾ നടക്കുന്നു. പക്ഷേ ആ ജോലി കുറച്ച് ഹെവി തന്നെയാണ്. കാരണം ഈ പറയുന്ന ഡ്രൈനേജിൻ്റെയും സൈഡിൽ ഈ NHയിൽ നിന്നും നമ്മുടെ ഈ പറയുന്ന അതായത് ലിങ്ക് റോഡിൽ നിന്നും NHലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള റോഡിൽ ഡ്രൈനേജ് സിസ്റ്റം കടന്നു പോകുന്നതിനാൽ അവിടെ ഇനി സ്ലാബുകൾ ഫില്ല് ചെയ്യണം. കാരണം അത് ഹെവി ഡ്യൂട്ടി സ്ലാബുകൾ തന്നെ ആയിരിക്കണം. വളരെ കട്ടി കൂടിയ സ്ലാബ് തന്നെ ആയിരിക്കും അവിടെ ചെയ്യേണ്ടത്. അതിനി അവിടെ വെച്ച് കോൺക്രീറ്റ് ചെയ്തുള്ള പോർഷൻ ഇവിടെ കൊണ്ടുവരുന്നൊന്നും അറിയില്ല. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി നോക്കാം. നോക്കിയാൽ തന്നെ മനസ്സിലാകും. കാരണം വളരെ വെയിറ്റുള്ള വാഹനങ്ങളാണ് കണ്ടെയ്നറിലൂടെ ഇതുവഴി കടന്നു പോകേണ്ടത്. അതിനനുസരിച്ചുള്ള വർക്ക് ചെയ്താൽ മാത്രമേ അത് വളരെ ഈസി ആയിട്ട് NHലേക്ക് പ്രവേശിക്കാനായി സാധിക്കുള്ളൂ. ഒരു താൽക്കാലിക റോഡായാലും വളരെ വ്യക്തമായിട്ടും അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടും തന്നെ ഇത് ബിൽഡ് ചെയ്താൽ മാത്രമേ ഈസി ആയിട്ട് ലോറികൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ വർക്കിംഗ് സ്റ്റാഫ് ഇവിടെ കുറവായിട്ട് തോന്നുന്നത് ലഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ പേര് ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ ഉച്ച സമയത്താണ് പലപ്പോഴും വരുന്നത്. അതിനാൽ ലഞ്ച് ബ്രേക്കിന് ധാരാളം വർക്കിംഗ് സ്റ്റാഫുകൾ പോകാറുണ്ട്. ആ സമയത്തായിരിക്കും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ NH66.
ഞാൻ പലപ്പോഴായിട്ട് ഇത് ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഈ പോർഷനാണ് ബ്രേക്ക് ചെയ്യുന്നത്. ഞാൻ പലപ്പോഴായിട്ട് കാണിച്ചിട്ടുണ്ട്. വീഡിയോയിൽ മിക്കതും ബ്രേക്ക് ചെയ്യേണ്ട പോർഷൻസ് അളന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത്തരം പോർഷനാണ് ബ്രേക്ക് ചെയ്യുന്നത്. അതേ പോർഷനിൽ തന്നെയാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കിവിടെ ഞാൻ സ്ഥലത്തില്ലാത്തതിന് ഇവിടെ വരാനായി സാധിച്ചില്ല. എന്നാലും പലരും ബ്രേക്ക് ചെയ്യുന്ന വീഡിയോസ് ഉൾപ്പെടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കിവിടെ വരാൻ സാധിച്ചില്ല. ഇന്നാണ് എനിക്ക് വരാനായി സാധിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഉള്ളിലേക്ക് കയറി ഡീറ്റെയിൽ ആയിട്ട് തന്നെ എത്ര പോർഷൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ആ സൈഡിലുള്ള വോളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പോർഷനിൽ ഇറങ്ങി തന്നെ വീഡിയോ ചെയ്യുന്നുണ്ടോ. ഇനി നമുക്ക് ഈ പറയുന്ന മണ്ണ് മാറ്റിയ സ്ഥലത്ത് ഈ പറയുന്ന ഫില്ല് ചെയ്ത് കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് മുന്നോട്ട് പോകണം. അതിൻ്റെ ഈ പറയുന്ന അയൺ റോഡ്സ് എല്ലാം നമുക്കിവിടെ കാണാനും സാധിക്കും. വർക്കിംഗ് സ്റ്റാഫുകളെ കാണാൻ സാധിക്കും. ഇവിടെ ഇനി ഫില്ല് ചെയ്തെടുത്തിട്ട് ഹൈറ്റ് കൂട്ടി ഈ പറയുന്ന NH-ലേക്കുള്ള പ്രവേശനം വളരെ ഈസി ആയിട്ട് സാധ്യമാക്കണം. അതുപോലെ തന്നെ ഇവിടെ ഡ്രെയിനേജിന് ആവശ്യമായിട്ടുള്ള ഓടാൻ്റെ നമുക്കറിയാം ഡ്രെയിനേജ് സിസ്റ്റം നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു സ്ലാബും വേണം. ആ ഡ്രെയിനേജിൻ്റെ ഫൗണ്ടേഷൻ കറക്റ്റ് ചെയ്യണം. കാരണം ഹെവി ലോഡുമായിട്ടിരുന്ന വാഹനങ്ങൾ കടന്നു പോകുന്നതിൻ്റെ ആ ഡ്രെയിനേജിൻ്റെ ഫൗണ്ടേഷൻ, ഈ പറയുന്ന NH-ലേക്ക് പ്രവേശിക്കുന്നതിനുള്ള സ്ലാബ്, ഇതെല്ലാം ഇനി അടുത്ത് വർക്ക് ചെയ്യണം. എന്നാലും വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകും. കാരണം ഇത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് ഇനിയും വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അല്ലാതെ മൊത്തവും ഇങ്ങനെ അതായത് കട്ട് ചെയ്തിട്ടാൽ ഉടനെ തന്നെ വാഹനങ്ങൾ പോകുന്നു പലരും വിശ്വസിക്കുന്നുണ്ട്. കട്ട് ചെയ്തിട്ടത് മാത്രമുള്ള വാഹനങ്ങൾ കണ്ടില്ല എന്ന് പലരും ചോദിക്കുന്നുണ്ട്. കട്ട് ചെയ്തിട്ടാൽ മാത്രം വാഹനങ്ങൾ പോവില്ല. അതിനനുസരിച്ചുള്ള വർക്ക് മുന്നോട്ട് നീങ്ങിയാൽ മാത്രമേ വാഹനങ്ങൾ പോവുള്ളൂ. ആ വർക്കുകളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഗേറ്റ് വേ ഓപ്പൺ ആക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ പോർഷൻ കണ്ടോ, ഇത്രത്തോളം ഹൈറ്റ് മണ്ണിട്ട് കൂട്ടി പോകണം. ഇപ്പം നമ്മൾ കാണാം ആ ഡിവൈഡിങ് പോർഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, ഇത്രത്തോളമാണ് ഹൈറ്റ് കൂട്ടി പോകുന്നത്. അതിനനുസരിച്ചുള്ള അയൺ റോഡ്സ് വെച്ചിട്ടുള്ള വർക്കുകൾ ഇവിടെ നടക്കുന്നതും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. NH-ലേക്കുള്ള എൻട്രൻസ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. ഇതുവരെയാണ് വർക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല നമുക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇതാ നമുക്ക് ഈ പോർഷൻ കണ്ടോ, ഈ പോർഷനിലൊക്കെ ഇനി സ്ലാബുകൾ ഫില്ല് ചെയ്യാനുണ്ട്. ആ വർക്കുകൾ ഉടൻ തന്നെ തുടങ്ങും, അല്ലെങ്കിൽ ആ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ റോഡിൻ്റെ വീതി ഏകദേശം എനിക്കൊരു 5.5 മീറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. 2 റോഡും കൂടി ചേർന്ന്, അതായത് 2 റോഡ് പോകുന്നുണ്ട്. നമ്മുടെ ഈ NH-ൽ ഈ പറയുന്ന പോർട്ടിൽ നിന്ന് വരുന്നുള്ള കണ്ടെയ്നർ ലോറി പോകുന്നതിന് ആവശ്യമായിട്ടുള്ള റോഡാണ് നമ്മളിപ്പോൾ കണ്ടത്. അത് മാത്രമല്ല ഇവിടെയുള്ള ലോക്കൽസിന് പോകാൻ വേണ്ടിയുള്ള റോഡ് ഇതാണ്. 2 റോഡും കൂടി ചേർന്നിട്ട് 11 മീറ്ററാണ്. 5.5 മീറ്റർ എന്നാണ് നമുക്ക് തീർച്ചയായിട്ടും അറിയാനായി സാധിക്കുന്നത്. ഇതാണ് നമ്മുടെ ലിങ്ക് റോഡിൻ്റെ NH-യുമായിട്ട് കണക്ട് ചെയ്യുന്ന വർക്കിൻ്റെ അവസാനഘട്ട അപ്ഡേഷൻ. താങ്ക് യു ഫ്രണ്ട്സ്.